സ്റ്റുഡൻസ്, വെൽക്കം ടു കെമിസ്ട്രി ടീച്ചർ ജോസ്ന. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റാൻസസ് ആയിരുന്നു. ആ സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റാൻസസിൽ നമ്മൾ മെത്തേഡ്സ് പറഞ്ഞപ്പോൾ അതില് ഞാൻ ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സെഡിമെന്റേഷൻ ആൻഡ് ഡീകണ്ടേഷൻ എക്സാമ്പിൾ പറയാനായിട്ട്. അതിന് എക്സാമ്പിൾ ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? ഇതിന്റെ എക്സാമ്പിൾ ആണ് സോയിൽ ഫ്രം വാട്ടർ. അതായത് സോയില് നമ്മള് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോയില് പോയി അടിയിൽ ആ വാട്ടറിന്റെ ബോട്ടം പോർഷനിൽ വന്ന് അടിയും. ആ പ്രോസസ്സിനെ നമ്മൾ പറയും സെഡിമെന്റേഷൻ എന്ന്. പ്യുവർ ആയിട്ടുള്ള വാട്ടർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതിനെ നമ്മൾ പറയും ഡീകണ്ടേഷൻ എന്ന്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചേഞ്ച് അറൌണ്ട് അസ്. എന്തൊക്കെ ചേഞ്ചുകളാണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നതെന്ന്. അതായത് ഏതൊരു കാര്യമായാലും അത് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്ന് മാറി വേറൊരു സ്റ്റേറ്റിലേക്ക് ആവുന്നുണ്ടെങ്കിൽ അതൊരു ചേഞ്ച് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐസ് മാറി വാട്ടർ ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു പേപ്പർ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പർ കത്തി കഴിഞ്ഞാൽ എന്താവുന്നുണ്ട്? ചാരമാകുന്നുണ്ട്. അപ്പൊ അത് ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്ന് മാറി അത് വേറൊരു സ്റ്റേറ്റിലേക്ക് ആവുകയാണ്. അപ്പൊ ആ ഒരു ചേഞ്ചസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്നത്. ഈ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് തരത്തിലാണ്. ഫസ്റ്റ് വൺ റിവേഴ്സിബിൾ ആൻഡ് സെക്കൻഡ് വൺ ഇർറിവേഴ്സിബിൾ. റിവേഴ്സിബിളിന്റെ എക്സാമ്പിൾ ആണ് ഐസ് ടു വാട്ടർ. എന്താണ് റിവേഴ്സിബിളിന് എക്സാമ്പിൾ ഐസ് ടു വാട്ടർ വന്നേ? ഈ ഐസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ വാട്ടർ ആവും. അതേപോലെ തന്നെ ഈ വാട്ടറിനെ നമ്മൾ തണുപ്പിച്ച് എന്താവും? ഐസ് ആവും. അപ്പൊ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് അത് മാറി നമുക്ക് ആ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു കിട്ടും. അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് പറയാം? നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബലൂൺ. എന്തുകൊണ്ടാണ് ഇതിന് എക്സാമ്പിൾ ബലൂൺ വന്നേ? ബലൂൺ നമ്മൾ ഊതി വീർപ്പിച്ചു കഴിഞ്ഞിട്ട് അതിലെ എയർ നമ്മൾ കളയാണെന്നുണ്ടെങ്കിൽ ആ ബലൂൺ പഴയ പടി തന്നെയാവും, ഇല്ലേ? പഴയ പോലെ തന്നെയാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണുന്ന ചേഞ്ചസുകൾ നമുക്ക് റിവേഴ്സിബിൾ ചേഞ്ച് എന്ന് പറയാം. ഇനി സെക്കൻഡ് വൺ ആണ് ഇർറിവേഴ്സിബിൾ ചേഞ്ച്. ഇർറിവേഴ്സിബിൾ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ആണ് ബേൺ പേപ്പർ ടു ആഷ്. അതായത് നമ്മൾ ഒരു പേപ്പർ കത്തിച്ചു. പേപ്പർ കത്തിച്ച് എന്തായി മാറിയത്? ആഷ് ആയിട്ട്, ചാരായിട്ട് മാറി. പിന്നെ നമുക്ക് ആ ചാരത്തിൽ നിന്ന് പേപ്പറിനെ ഉണ്ടാക്കാൻ പറ്റും? ഇല്ല. അതുകൊണ്ട് ഇർറിവേഴ്സിബിൾ ആണത്. അങ്ങനെയുള്ള ചേഞ്ചസുകളെയാണ് നമ്മൾ ഇർറിവേഴ്സിബിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹീറ്റിംഗ്. ഹീറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടറിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായി മാറും? വേപ്പറായിട്ട് മാറും. വേപ്പറായിട്ട് മാറും. അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കൂളിംഗ്. എന്താണ് കൂളിംഗ്? വാട്ടറിനെ കൂൾ ചെയ്ത നമുക്ക് എന്ത് കിട്ടും? ഐസ് കിട്ടും. ഇങ്ങനെയുള്ള പ്രോസസ്സാണ്, ഇങ്ങനെയുള്ള ചേഞ്ചുകളെയാണ് നമ്മൾ കൂളിംഗ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുപാടും കുറെ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ആ ചേഞ്ചസുകളിൽ മെയിൻ രണ്ട് ചേഞ്ചുകളാണ് റിവേഴ്സിബിൾ ചേഞ്ചും ഇർറിവേഴ്സിബിൾ ചേഞ്ചും. റിവേഴ്സിബിളിന് എക്സാമ്പിൾ ആണ് ഐസ് ടു വാട്ടർ. ദെൻ ഇർറിവേഴ്സിബിളിന് എക്സാമ്പിൾ ആണ് ബേൺ പേപ്പർ ടു ആഷ്. പിന്നെ നമുക്ക് രണ്ട് മെത്തേഡ് കൂടി ഉണ്ട്, ഹീറ്റിംഗ് ഉണ്ട്, കൂളിംഗ് എന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ടീച്ചർ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സിബിളിന് ഒരു എക്സാമ്പിൾ, അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ആൻസർ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.